നിങ്ങളെ മുത്തശ്ശിയുടെ കയ്യിൽ ഞാൻ എന്റെ ആടിനെ വാങ്ങിയിരിക്കും. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ അമ്മയും ചേച്ചിമാരൊക്കെ കൊണ്ടുവരാൻ പോവാ. എന്റെ അമ്മയും ചേച്ചിയമ്മയും വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. നോക്കിക്കോ, എന്റെ മുത്തശ്ശി മൂത്രമൊഴിക്കും. നീ എന്തിനാണ് ഇത്ര ചൂടാവുന്നേ? എന്റെ അങ്കിള് നിന്നെ ഒരു ആടിന് വേണ്ടി ഞാൻ എത്രയും കഷ്ടപ്പെട്ടെ. നിനക്ക് അതിന് നന്ദി പോലും ഇല്ലല്ലോടാ. ഓ, എനിക്ക് നന്ദിയില്ലല്ലേ? ഞാൻ എന്റെ കൊട്ടൂസിനെ കണ്ടിട്ട് എത്ര ദിവസമായി നിനക്കറിയോ? എത്ര നേരമായി ഞാൻ അവനെ കണ്ടിട്ട്. അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇജ്ജ് പറ. അത് ഞാൻ പോവാണ്. ഇനി എന്താ നിങ്ങൾ കാട്ടിക്കോളി. ഞാൻ ഇങ്ങനെ പെരക്കാരേക്ക് വരാൻ പോവാ. ഞാനും ഉണ്ട് നിന്റെ കൂടെ. കഷ്ടമുണ്ട് കേട്ടോ. എന്തോന്ന് കഷ്ടം? വേറെ ഏതോ നാട്ടിൽ പോയി നിക്കണം നിനക്ക്. അല്ലെങ്കിലും അമ്മ ആർക്കും വേണ്ടല്ലോ. അല്ലെങ്കിലും ഞാൻ പറഞ്ഞത് കേൾക്കാൻ ആരും ഇല്ലല്ലോ. നിന്നെ ഞാൻ നിന്റെ അച്ഛനില്ലാതെ എത്ര കഷ്ടപ്പെട്ടിട്ടാ വളർത്തിയെന്നറിയോ? നിന്റെ ചേച്ചിയും ഞാനും എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ പഠിപ്പിക്കാനെന്നറിയോ? നിന്റെ ചേച്ചി എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ? തുടങ്ങി ചന്ദ്രമഴ സീരിയൽ പോലെ തുടങ്ങി അമ്മ. ഈ ആയിട്ട് ഒരുപാട് സീരിയൽ കാണുന്നുണ്ട് അമ്മ. ആടി, ഇപ്പൊ ഞാൻ സീരിയൽ കാണുന്നവള് നാളെ ഞാൻ നിനക്ക് ആരാവുന്നാവോ? നാളെ നിന്റെ വായിന്ന് അമ്മേന്ന് വിളിക്കാൻ കേൾക്കാൻ പറ്റുമെന്നാവോ? അന്യ നാട്ടിൽ പോണോ അത്ര അവക്ക്? ആടും വീടെല്ലാം വിട്ട് അന്യ നാട്ടിൽ പോയി പഠിച്ചിട്ട് എന്താ കാര്യം? ഓ, എനിക്ക് നാട് വീട് വിട്ട് പോയതിന് സമാധാനമാവും. എനിക്ക് ടൗണിൽ പോയി പഠിക്കണം. എനിക്കെന്ന് പറഞ്ഞേ പഠിക്കണം. അമ്മേ, ടൗൺ എന്ന് പറയുമ്പോ ഇവിടെ അത്രയ്ക്ക് ദൂരമൊന്നുമില്ലല്ലോ. അമ്മയ്ക്ക് അറിയുന്നില്ലേ ഇവിടുത്തെ സ്കൂളുകളുടെ കഥ? പഠിപ്പിക്കാൻ നേരം ടീച്ചേഴ്സ് പോലും ഇല്ല. ടൗണിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. ടൗണിൽ നിന്ന് പഠിച്ചോട്ടെ അമ്മേ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ? ഇവിടെ നിന്ന് പഠിച്ച എനിക്കൊരു ഭാവി ഉണ്ടാവാൻ പോകുന്നില്ല. ടൗണിൽ പൊക്കോട്ടെ അമ്മേ. ഇല്ല മോളെ, ടൗണിലേക്ക് നിന്നെ അയക്കില്ല മോളെ. ടൗണിലേക്ക് നിന്നെ അയക്കില്ല. പണ്ട് നിന്റെ ചേച്ചിയെ ഞാൻ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് അയപ്പിച്ചതാ. പിന്നീട് ഉണ്ടായിരുന്നു ഈ അമ്മ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല മോളെ. പൊന്നമ്മേ, അത് കല്യാണം കഴിച്ച് അയപ്പിച്ചത് ഓക്കെ. ഞാൻ പഠിക്കാനല്ലേ പോകുന്നേ? വേണ്ട മോളെ, ടൗണിലെ ആൾക്കാരൊന്നും ശരിയല്ല. എല്ലാവരും ദ്രോഹികളാ. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരാ. അമ്മേ, ഞാൻ അവിടേക്ക് പഠിക്കാനാ പോകുന്നേ, അല്ലാതെ അവിടുത്തെ ആളുകൾ നോക്കാനല്ല. ഞാൻ എന്റെ വീട്ടിൽ പോയിക്കോട്ടെ. ഒന്നാ വഴി കാണിച്ചു തന്നാ മതി. മോനെ, നിന്നെ ഒറ്റക്ക് അയക്കാൻ എനിക്ക് പേടിയാ. അതെന്തിനാ ആന്റി അങ്ങനെ പേടിക്കുന്നേ? അറിയില്ല മോനെ, നിന്നെ കണ്ടപ്പോ എനിക്ക് എന്തോ നല്ല പരിചയമുള്ള മുഖം പോലെ. ഇപ്പൊ നേരെ ഇരുട്ടും. അതിലൂടെ പോയി കഴിഞ്ഞാൽ നീ അവിടെ എത്തിയോ ഇല്ലേന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെയാ. പക്ഷെ ആന്റി, ഞാനിങ്ങനെ ഒരു സ്ട്രേഞ്ചറിന്റെ വീട്ടില് ആന്റി എനിക്കൊന്നും ശീലമില്ല. അറിയാം, നിങ്ങൾ ടൗണിൽ നിന്നല്ലേ. പക്ഷെ മോനെ, നിന്നെ ഈ ഇരുട്ടത്ത് അങ്ങോട്ട് വിടാൻ എനിക്ക് പറ്റില്ല. വഴി പറഞ്ഞു തന്നാ നിനക്ക് മനസ്സിലാവില്ല. നാളെ രാവിലെ എന്റെ ചേട്ടൻ നിന്നെ കൊണ്ടാക്കി തന്നോളൂ. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ആന്റി? എനിക്ക് മടിയാവുന്ന ആന്റി. എന്നെ നിങ്ങളുടെ ചേട്ടനോട് ഇപ്പൊ എന്റെ കൂടെ വരാൻ പറയോ? ഞാൻ ഇന്ന് പൊക്കോട്ടെ. ഞാൻ എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം. അയ്യോ, എന്റെ ചേട്ടന്റെ വൈഫും കൂടെ ഭാര്യ വീട്ടിൽ പോയിരിക്കുക. ഇന്ന് രാത്രിയേ വരുള്ളൂ. അയ്യോ, അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. ഞാൻ എങ്ങനെയാ ഇവിടെ നിൽക്കാം? ഞാൻ പൊക്കോട്ടെ. മോനെ, നിന്നെ അങ്ങനെ വിടാൻ തോന്നുന്നില്ല. നിനക്കറിയോ, എനിക്ക് നിന്നെ പോലെ ഇരിക്കുന്ന ഒരു അനിയനുണ്ടായിരുന്നു. അവൻ എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. എനിക്ക് നിന്നെ കാണുമ്പോ അവനെ ഓർമ്മ വരുന്നേ. പിന്നെ അനിയൻ എന്താ പറ്റിയത്? അത് അവരേക്ക് വിട്ട് എനിക്ക് പോരേണ്ടി വന്നു. അയ്യോ ആന്റി, അതിനെന്തിനാ കരയുന്നേ? ഇല്ല, അനിയനെ പറഞ്ഞപ്പോ ഞാൻ വേറൊരാളെ കൂടെ ആലോചിച്ചു പോയി. ആരെ? നിങ്ങളുടെ മോനെയാണോ കാണാതായ? അവൻ ഇങ്ങോട്ട് വരുന്ന എനിക്കറിയാം. പക്ഷേ അതാരാ മഞ്ജുവിന്റെ കൂടെ? ഒരു പയ്യൻ, കണ്ടിട്ട് ടൗണിലെയാണല്ലോ. അതൊക്കെ വിടുമോനെ, വാ അകത്തേക്ക് വാ. ഇവനോടെല്ലാം വഴി വെച്ച് വഴക്കുണ്ടാക്കിയത് ഇവനെന്താ ഇവിടെ? മഞ്ജു, ഇതാരാ? അമ്മേ, ഇവൻ ടൗണിലത്തെ പയ്യനാ. വഴി തെറ്റി വന്നതാ. ഓ ആണോ? അവൻ എന്നോട് വഴി ചോദിച്ചതാ. ഈ സമയത്ത് ആരും അതിലെങ്ങനെ പോകാറില്ലല്ലോ. അതെ, അതുകൊണ്ട് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അവന് നമുക്ക് നാളെ രാവിലെ പറഞ്ഞേക്കാം. ഇങ്ങോട്ടൊന്ന് വന്നേ. നിനക്കെന്താ സുഖമല്ലേ? ടൗണിലുള്ളവരൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിർത്താ. അമ്മ വിചാരിക്കുന്നത് പോലെയല്ല. ഇവരുടെ പാവം പയ്യനാ. ഇവനെ കണ്ടപ്പോ എനിക്ക് അരുൺ മോനെ ഓർമ്മ വന്നത്. ഓ പിന്നെ, അരുണിനൊക്കെ നീ കണ്ടിട്ട് 5-6 കൊല്ലമായില്ലേ? അവനൊക്കെ ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ടാവും. അതെ, ആ വലിയ കുട്ടിയായ ഏകദേശം ഇവന്റെ പോലെ തന്നെ ഉണ്ടാവില്ലേ? ഇവന്റെ പ്രായം തന്നെ ആയിരിക്കും അവന്. അതുകൊണ്ട് എനിക്ക് ഇവനെ കണ്ടപ്പോ ഒറ്റയ്ക്ക് അവിടെ വിട്ട് വരെ പോരാൻ തോന്നിയില്ല. എന്റെ സ്വഭാവം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. കണ്ടവരുടെ മുഴുവൻ നിനക്ക് സഹതാപമാ.
അമ്മേ, അവൻ പാവമല്ലേ? ഓ, കൺമുന്നിൽ കണ്ടു പോരെന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ എന്താ കാര്യം? നിന്റെ വീടാണെന്ന് അറിഞ്ഞില്ല, ഞാൻ പോകുക. ഓ, നിന്റെ താളത്തിന് തുള്ളാനാ ടൗണിൽ നിന്ന് വന്ന ചെറുക്കനും. അവൻ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അവൻ എവിടെ? ആ, അവൻ പോയി. ചേടാ, ടൗണുകാരുമായി തല്ലു പിടിക്കാന്നുള്ളത് എന്റെ ഒരു ആശയായിരുന്നു. ശേ, ഈ ആടിനെ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാ. ഇതിനെ നോക്ക്, ഞാൻ ഇപ്പൊ വരാം. അയ്യോ, നീ ആ കുട്ടസാടല്ലേ? അയ്യോ, നിന്റെ വീട്ടുകാരൻ നിന്നെ കാണാതെ ഒരുപാട് വിഷമിച്ചല്ലോ. നീ എവിടെ പോയതായിരുന്നു? ഈ നാട് മുഴുവൻ നിന്നെ മിസ് ചെയ്തു. നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ കുട്ടൂസനാടാണെന്ന്. എന്തേ എന്തേ ഏട്ടന് മനസ്സിലായില്ല നിന്നെ കണ്ടപ്പോ? ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവിടാം കേട്ടോ. നീ ഒരിക്കലും വിഷമിക്കേണ്ട. ഉറപ്പായി എന്നെ വീട്ടിലെത്തിക്കോ? നിന്നെയും മണിക്കുട്ടിനെയും കാണാണ്ട് എത്രത്തോളം നിങ്ങളുടെ വീട്ടുകാർ വിഷമിക്കുന്നെന്നറിയോ? അതിരിക്കട്ടെ, മണിക്കുട്ടൻ എവിടെ? ഞാനും മണിക്കുട്ടനെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഇതുവരെയായിട്ട് ഞാൻ മണിക്കുട്ടനെ കണ്ടിട്ടില്ല. അറിയോ, എന്റെ കൂടെ മണിക്കുട്ടൻ ഉണ്ടായിട്ടില്ല. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അവിടെ നിന്ന് അന്വേഷിച്ചു നോക്ക്. ഒരുപാട് നന്ദി.